ഞാൻ നോക്കിക്കാണുന്നത് UDF അധികാരത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് KM ഷാജി നടത്തിയ ഒരു പ്രസംഗമാണ്. 10 വർഷക്കാലം നമ്മുടെ സമുദായത്തിന് ലഭിക്കാതെ പോയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കണം UDF സർക്കാർ അധികാരത്തിൽ വരേണ്ടത് എന്നാണ്. ഇന്നിപ്പോൾ MSF തന്നെ ഒരു വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അബ്ദുറബ്ബ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയ്ക്ക് സീറ്റുകൾ +2 സീറ്റുകൾ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ MSFന്റെ ഭാഗത്തു തന്നെ വരുന്നില്ലേ? ഈ മുസ്ലിം സമുദായങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത് ചില വ്യക്തികളെയാണോ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്? അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നതിലാണോ ഈ മുസ്ലിം ലീഗിന്റെ ജോലി എന്ന് പറയുന്നത്? UDF അധികാരത്തിൽ വരുന്നത് UDFന് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്, UDFന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം. കേരളത്തിൽ UDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ആർക്കു വേണ്ടിയാവും വരുന്നത്? ഒരു വലിയ ചോദ്യമാണിത്. കാരണം UDF തന്നെ പറയുന്നത് ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നത്. കേരളത്തിലെ ജനതയുടെ കഷ്ടപ്പാടുകൾ നീക്കാൻ വേണ്ടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നത് എന്നുള്ള വലിയ കാര്യങ്ങളൊക്കെയാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ എന്ന് പറയാനായിട്ട് VD സതീശന് സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് ഞാൻ നോക്കിക്കാണുന്നത് UDF അധികാരത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് KM ഷാജി നടത്തിയ ഒരു പ്രസംഗമാണ്. മതമാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തവണ UDF അധികാരത്തിൽ വരേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സമുദായത്തിന് ലഭിക്കാതെ പോയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കണം UDF സർക്കാർ അധികാരത്തിൽ വരേണ്ടത് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഏകദേശം 35 വർഷക്കാലത്തോളം ഭരണത്തിൽ മന്ത്രിമാരായിരുന്നിട്ടുള്ള ആളുകളാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് ഈ ശ്രീ KM ഷാജി എന്ന് പറയുന്നത്. KM ഷാജിയുടെ പാർട്ടി UDFൻ്റെ ഭാഗമായിട്ട് ഇവിടെ അധികാരം പങ്കിട്ട സമയത്ത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്? മുസ്ലിം സമുദായത്തിൻ്റെതായിട്ടുള്ള എത്ര സ്ഥാപനങ്ങളുണ്ട്? മുസ്ലിം സമുദായത്തിലെ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരിക്കലും മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ നൽകിയിട്ടില്ല. അതായത് MES എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ഒരു എനിക്ക് തോന്നുന്നു ഒരു NGO ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഫസൽ ഗഫൂറിന്റെയാണ്. അത് മാത്രം ഒരു ഡെമോക്രാറ്റിക് സ്വഭാവത്തോടു കൂടി ഒരു പൊതുജന താല്പര്യത്തോടു കൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥാപനങ്ങളും മുസ്ലിം ലീഗ് അധികാരത്തിലിരുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിന് എന്ന പേരിൽ നൽകിയിട്ടുള്ളത് ചില വ്യക്തികൾക്കാണ്. ആ വ്യക്തികൾ ഇവിടെ തടിച്ചു കൊഴുക്കുന്നു, വളരെ അതിസമ്പന്നരായിട്ട് മാറുന്നു. അപ്പോൾ അവരുടെ കടകളിൽ പോയി സെയിൽസ്മാൻമാരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരായിട്ട് മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ എന്തുകൊണ്ട് മാറുന്നു? ചിന്തിക്കേണ്ടത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നിപ്പോൾ MSF തന്നെ ഒരു വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അബ്ദുറബ്ബ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയ്ക്ക് സീറ്റുകൾ +2 സീറ്റുകൾ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ MSFന്റെ ഭാഗത്തു തന്നെ വരുന്നില്ലേ? ഞാൻ പറയട്ടെ, 10ാം ക്ലാസ്സിന് മുകളിലേക്ക് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മുസ്ലിം സമുദായത്തിലെ ചില ചെറുപ്പക്കാരൊക്കെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്നുണ്ട്. അധികം പേരും ദുബൈയിൽ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ എവിടെ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അവരെല്ലാം ഒരു സെയിൽസ്മാൻ അപ്പുറത്തേക്കുള്ള ഒരു വളർച്ച അവർക്ക് വരുന്നുണ്ടോ? ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾക്ക്, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ വീടുകൾ നൽകിയിട്ടുള്ള ഒരു സർക്കാരാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 35 വർഷക്കാലത്തോളം ഈ കേരളത്തിൻ്റെ ഭരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടി എന്താണ് ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കേണ്ട വിഷയമല്ലേ അത്? ഈ മുസ്ലിം സമുദായങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത് ചില വ്യക്തികളെയാണോ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്? അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നതിലാണോ ഈ മുസ്ലിം ലീഗിന്റെ ജോലി എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ സ്പോൺസർ ചെയ്യുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ? ഷാഫിക്ക് അറിയാലോ, ഷാഫി എന്ന് പറഞ്ഞു തന്നതിനോട്. ഇപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ഈ വർഷം, ഈ 2025 കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ഒരു വിഷയമായിരുന്നു മലബാറിന്റെ സീറ്റ് വിഭജനത്തെ കുറിച്ച്. മലബാറിലെ +2 വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം. കുറച്ചും കൂടെ ഒന്ന് ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായുള്ളൂ. അതിനു മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ് മുസ്ലിം ലീഗ്. അന്ന് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് മലബാറിന് അധിക ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ടോ?
സീറ്റ് അനുവദിച്ചിട്ടില്ല. സീറ്റുകൾ നൽകിയിട്ടില്ല, അധിക ബാച്ചുകൾ നൽകിയിട്ടില്ല. അവിടുത്തെ പിള്ളേര് +2 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പിള്ളേര് പാരലൽ കോളേജുകളെ ആശ്രയിച്ച് പഠിക്കേണ്ട ഗതികേടാണ്. അല്ല, ഇതിൽ പ്രധാന ഈ പാരലൽ കോളേജ് മറ്റൊരു വലിയ വ്യവസായ ബിസിനസ് ആണത്. അത് നടത്തുന്നത് ഇവരുടെ കൂട്ടത്തിൽ, അതായത് മുസ്ലിം ലീഗ് നേതാക്കന്മാർ, മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ തന്നെയാണ് ഈ പാരലൽ കോളേജുകൾ നടത്തുന്നതും. ഇപ്പോ അത് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിലെ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ചില ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇവിടെ കോളേജുകളും സ്കൂളുകളും അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്തെ വേറൊരു സംഗതിയാണ്, ഈ അധികാര രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് അവരിൽ മുസ്ലിം ലീഗിലെ ജന്മിമാർക്ക് വേണ്ടിയിട്ടാണ് അധികാരം മാറ്റിവെക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ കേരളത്തെ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ മുന്നണി സമവാക്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടിയാലോചനകളിൽ നിന്നാണെങ്കിൽ, മുസ്ലിം ലീഗിൽ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണ്, ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. പാണക്കാട് നിന്ന് എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവിടെ തീരുമാനം. അതിൽ അണികൾക്ക് യാതൊരുവിധ റോളുമില്ല. അതായത് ജനാധിപത്യത്തിന് അവിടെ യാതൊരുവിധ റോളും ഇല്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്ന് KM ഷാജിയൊക്കെ ഇങ്ങനെ കിടന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ മുസ്ലിം സമുദായത്തിലെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് എന്താണ് ചെയ്യുന്നത്? കാരണം ഇവരുടെ പറമ്പിൽ, അതായത് മുസ്ലിം ലീഗ് എന്ന ശതകോടീശ്വരന്മാരുടെ പറമ്പിലെ പണിക്കാരായിട്ട് എന്നും കിടക്കേണ്ടവരാണ് ഈ പറഞ്ഞ മുസ്ലിം സമുദായ അംഗങ്ങൾ എന്നിവർ വിശ്വസിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇവരൊക്കെ, കാരണം കോൺഗ്രസ് എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗാണെന്നേ. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ ഒരു സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം മലബാർ മേഖലയിൽ കൈക്കൊള്ളാതിരുന്നത്? അതിന് കാരണം ഇതാണ്, ഈ മുസ്ലിം ലീഗിനെ സ്പോൺസർ ചെയ്യുന്ന വൻകിട മുതലാളിമാരുടെ കടകളിലെ സെയിൽസ്മാൻമാർക്കപ്പുറത്തേക്ക് ഈ മുസ്ലിം ചെറുപ്പക്കാർ വളരാൻ പാടില്ല. അതോടൊപ്പം തന്നെ അവർ എപ്പോഴും ഇവർ പറയുന്നത് കേട്ട് ഇവർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു നീക്കം തന്നെയാണിത്. അതല്ലാണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മുജാഹിദുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ വർഗീയവാദി എന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ വിളിക്കുമ്പോൾ, ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ലൈഫ് മിഷനിലൂടെ 1.5 ലക്ഷത്തോളം മുസ്ലിം സമുദായാംഗങ്ങൾക്ക് വീട് നൽകിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ എങ്ങനെയാണ് ഒരു വർഗീയവാദിയായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കുക? അതിനുശേഷം പിന്നീട് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന കാര്യമാണ്, UDF ഒന്ന് അധികാരത്തിൽ വന്നോട്ടെ, ഇവിടെ നിൽക്കുന്ന പോലീസുകാരെയൊക്കെ ഞങ്ങൾ കാട്ടിത്തരാമെന്നാണ് പറയുന്നത്. അത് കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെയും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വെല്ലുവിളിക്കാനും അവർക്കിട്ട് പണി കൊടുക്കാനുമായിട്ടാണോ UDF അധികാരത്തിൽ വരേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? VD സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? UDF ഒന്ന് അധികാരത്തിൽ വന്നോട്ടെ, നിങ്ങളെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ ബ്യൂറോക്രസിയെ ഒരു പുല്ലും ചെയ്യാനായിട്ട് VD സതീശൻ ഇനി മുഖ്യമന്ത്രിയായിട്ട് വന്നാലും സാധിക്കില്ല എന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവണ്ടേ? ഇവിടുത്തെ അണികളെ കോരിത്തെരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് നുണയും ഇങ്ങനെ VD സതീശൻ വിളിച്ചു പറയാൻ പാടുണ്ടോ? ഇത് കൂടാതെ തന്നെ VD സതീശന്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും പറയുന്നതാണ്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഖജനാവിൽ പണം നിറയ്ക്കും. പണം നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നേ? 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ മലയാളികൾക്കും നൽകുമെന്നുള്ളൊരു വാഗ്ദാനമാണ് കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നത്. എങ്കിൽ അതിന്റെ പ്രീമിയം അടയ്ക്കാൻ തന്നെ എത്ര 1000 കോടി രൂപ വേണ്ടി വരും എന്ന് VD സതീശൻ ഒന്ന് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പറ്റിയിട്ടുണ്ടോ? ഈ പറയുന്ന 5 ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും അത് സംസ്ഥാനത്തിനുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പോലും വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് VD സതീശൻ. ആ VD സതീശനാണ് പറയുന്നത് ഞങ്ങൾ ഈ ഖജനാവ് നിറയ്ക്കുമെന്ന്. കേരളത്തിലെ ജനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എവിടെ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നു. എവിടെയാണ് ഭരണവിരുദ്ധ വികാരമുള്ളത്? റേഷൻ കടകളിൽ സാധനം കിട്ടുന്നുണ്ടല്ലോ. സാധനങ്ങൾ കൃത്യമായിട്ട് റേഷൻ കടകളിൽ കിട്ടുന്നില്ലേ? നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് നോക്കി. ഈ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് കോടികൾ, കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെ പറയുന്നത്, കോടികൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? കോടികളാണ് പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നും കോൺഗ്രസ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കി കളയാമെന്നുള്ള ഒരു അച്ചാരം വാങ്ങിയിട്ടാണ് അവർ ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മറക്കാൻ വേണ്ടി സാധിക്കുമോ?
അപ്പോൾ യു ഡി എഫ് എന്തിന് അധികാരത്തിൽ വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് ഉണ്ടാവേണ്ടിയിരുന്ന സാമ്പത്തിക നേട്ടം, ആ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരേണ്ടത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അവർക്ക് റേഷൻ കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്, നല്ല റോഡുകളുണ്ട്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, നല്ല ആശുപത്രികളുണ്ട് സർക്കാർ വക. ഇതിനപ്പുറം എന്താണ് വേണ്ടത്? ഇതിനപ്പുറം എന്താണ് വേണ്ടത് ജനങ്ങൾക്ക്? തൊഴിലില്ല എന്ന് പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസവും പുതിയതായിട്ട് ആരംഭിക്കുന്ന IT കമ്പനികൾ, എത്ര വ്യവസായ സ്ഥാപനങ്ങൾ, എത്ര പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കാണാതെ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് മാറണം എന്ന് പറയാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കണ്ടേ? ഏതെങ്കിലും തരത്തിൽ സാധിക്കണ്ടേ? ഈ ഗവൺമെന്റ് എന്തിനു മാറണം എന്ന് പറയാൻ വേണ്ടി സാധിക്കണം. മറിച്ച് ഇവിടുത്തെ പോലീസുകാർ, ഇവിടെ മൊത്തം അഴിമതിയാണ്. എന്ത് അഴിമതി ചൂണ്ടിക്കാണിക്കട്ടെ? എത്ര അഴിമതികൾ വന്നു? ആഴക്കടൽ മത്സ്യബന്ധനം, സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ അഴിമതികളൊക്കെ എവിടെ പോയി? കോടതി തന്നെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞില്ലേ? അതിനുശേഷവും പറയുകയാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? എടുത്തു കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഏറ്റവും വലിയ വർഗീയമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മുസ്ലിം ലീഗിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന സമുദായാംഗങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ നേരിടുന്ന സാമ്പത്തികമായ ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുള്ള യുദ്ധമല്ല. 1.5 ലക്ഷം ആളുകൾക്ക്, മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ വീട് നൽകിയ ഒരു സർക്കാരാണിത്. ഈ സർക്കാർ മാറണമോ എന്ന് ചിന്തിക്കേണ്ടതാരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. ലൈഫ് മിഷൻ ഞങ്ങൾ വന്നാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞതാരാണ്? MM ഹസനല്ലേ പറഞ്ഞത്? KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തല്ലേ അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സർക്കാർ മാറിയതിനു ശേഷം 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം ഒന്ന് എടുത്തു നോക്കുന്നേ. എന്തെല്ലാം വിവാദങ്ങളായിരുന്നു. സോളാർ മുതൽ സ്ത്രീവിരുദ്ധ നിലപാടുകൾ, ഇതൊക്കെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി സാധിക്കുമോ? അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, UDF അധികാരത്തിൽ വരുന്നത് UDF അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്, UDF സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്ത് ഈ സംസ്ഥാനത്തിന്റെ പുരോഗതിയോ ഈ സംസ്ഥാനത്തിന്റെ നന്മയോ ആഗ്രഹിച്ചുകൊണ്ടല്ല UDF മുമ്പോട്ട് ഭരണത്തിൽ വരണം എന്ന് പറയുന്നത്. അങ്ങനെ UDF ഭരണത്തിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രകടന പത്രിക വെക്കുമായിരുന്നു. അല്ലെങ്കിൽ തങ്ങൾ ഒരു അൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഈ സർക്കാരിന് ബദലായിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയുമായിരുന്നു. അത് പറയാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ബദലായിട്ട് ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രതിപക്ഷ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ കടമ എന്താണ്? ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ? അതിൽ വമ്പൻ പരാജയമല്ലേ? ഈ സർക്കാരിനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം എന്താണ് എന്ന് നിർദ്ദേശിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നില്ലേ? പരാജയപ്പെട്ട പ്രതിപക്ഷമല്ല കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന 5 വർഷം കൂടി പരാജയപ്പെട്ട ഈ ഒരു പ്രതിപക്ഷത്ത് ഇരുത്തണോ എന്നുകൂടി ജനങ്ങൾ ചിന്തിക്കത്തില്ലേ? ഇവരെ പിന്നെയാണോ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? എനിക്കൊന്ന് UDF ഇപ്രാവശ്യം പ്രതിപക്ഷ സ്ഥാനത്തിനെങ്കിലും അർഹരാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. NDA ആ സ്പേസിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുമോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ ഒരിക്കലും വിശ്വസിച്ച് ജനങ്ങൾ ഭരണമേൽപ്പിക്കില്ല എന്ന് നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.